സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നിറവ് ലഭിക്കണമെന്ന്. ശൂന്യതയും പരാജയവും തകർച്ചയും മാത്രം, ചില കൂടാരങ്ങൾക്കകത്ത് സങ്കടവും കരച്ചിലും മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ ആ വീടിനകത്ത് ദൈവം ഒരു നിറവ് തരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്നത്തെ വചനം. സദൃശ്യവാക്യം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം, നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കികളിൽ വീഞ്ഞ് കവിഞ്ഞ് ഒഴുകും. മുകളിലത്തെ വാക്യത്തില് ദൈവത്തെ ബഹുമാനിക്കേണ്ട പോലെ നീ ബഹുമാനിച്ചാൽ, നിന്റെ എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ട് ദൈവത്തെ മാനിച്ചാൽ, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുകയാണ്, നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. ജീവിതത്തിൽ എന്നും ശൂന്യത മാത്രമേ ഉള്ളൂ. എത്ര അധ്വാനിച്ചിട്ടും ശൂന്യത. സ്തോത്രം, എന്തൊക്കെ നന്മകൾ വീട്ടിൽ വന്നിട്ടും ഓട്ടസഞ്ചിയിലെ നാണയം പോലെ എത്ര പൈസ ജീവിതത്തിൽ വന്നാലും എന്നും ശൂന്യത 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 എന്ന് പറയുന്ന ചിലരോട് ദൈവം പറയുകയാണ്, നിന്റെ ജീവിതത്തിന്റെ ശൂന്യത മാറി നിന്റെ ജീവിതത്തിൽ ഒരു സമൃദ്ധി വെളിപ്പെടാൻ പോകുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എൻ്റെ വീടിനകത്തൊരു നിറവ് വേണം, സ്തോത്രം, എൻ്റെ വിശ്വാസ ജീവിതത്തിലൊരു നിറവ് വേണം, എൻ്റെ ഫൈനാൻഷ്യൽ വിഷയത്തിലൊരു നിറവ് വേണം, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എനിക്കൊരു നിറവ് വേണമെന്ന് എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് വചനം കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. ഒരു വലിയ സമൃദ്ധിയായ നിറവ് നിന്റെ സാമ്പത്തിക വിഷയത്തിൽ ഉണ്ടാകട്ടെ. എന്നിട്ട് അടുത്ത വാക്യം, നിന്റെ ചക്കികളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. ഇന്നലകളിൽ ഇല്ലായ്മയുടെ കാലങ്ങളായിരുന്നു, ശൂന്യതയുടെ കാലങ്ങളായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഒരു വലിയ നിറവിന്റെ അനുഭവം, കവിഞ്ഞൊഴുകുന്ന അനുഭവം. ആരുടെയൊക്കെയോ കുടുംബത്തിനകത്ത് ശത്രു എഴുതിയിട്ട അശൂന്യത എന്ന വാക്ക് എൻ്റെ ദൈവം ഇന്ന് ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അത് മാറ്റിയിട്ട് നിന്റെ ജീവിതത്തിൽ ഇതുവരെയും വെളിപ്പെടാത്തൊരു സമൃദ്ധി യേശു വെളിപ്പെടുത്താൻ പോവുക. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഒരു സമൃദ്ധി വെളിപ്പെടുത്തണം, ഒരു നന്മ വെളിപ്പെടുത്തണം, ഒരു അനുഗ്രഹം വെളിപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നവർ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കൂടാരങ്ങൾക്കകത്തെ ശൂന്യത മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബത്തിനകത്ത് ഒരു സമൃദ്ധി വെളിപ്പെടണം, ഒരു കവിഞ്ഞൊഴുക്ക് വെളിപ്പെടണം, ഒരു നന്മ വെളിപ്പെടണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്റെ വീടിനകത്ത് വർധനവ് തരും. ദൈവം നിന്റെ വീടിനകത്ത് കവിഞ്ഞൊഴുക്ക് തരും. ഗോഡ് ബ്ലസ് യു.